അങ്ങോട്ട് ഉരുട്ടി വിട്ടാൽ ഇങ്ങോട്ടെന്നെ ഉരുണ്ട് പറയുന്ന കോലത്തിലുള്ള അടിപൊളി നെയ്യപ്പം കാണണോ? ഇന്ന് കണ്ടോളിന്ന് അടിപൊളിയാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഇന്നലെ ഞാൻ നെയ്യപ്പത്തിൻ്റെ വീഡിയോ ഇട്ടീനി. ആ മാവ് കൊണ്ട് ഇന്ന് ചുട്ടെടുത്തിട്ടുള്ള വീഡിയോ ആണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കണേ. അങ്ങോട്ടിട്ട ഇങ്ങോട്ടെന്നെ ഉരുണ്ട് വരുന്നു. അത്രയും ഉരുളിച്ച കൂടുതലായതുകൊണ്ടാണേ. ഹായ്, ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വർത്താനം? എല്ലാവർക്കും സുഖല്ലേ? ഇന്നലെ ഞാൻ ഇതിനെടുത്തോ നല്ല സൂപ്പർ നെയ്യപ്പം ചുട്ടിട്ട് ഇന്നലെ വീഡിയോ ചെയ്തായിരുന്നു. കുട്ടികൾ ഓരോന്നോരോന്ന് എടുത്തോളി. ഒക്കപ്പാടെ കൊണ്ടുപോകല്ലേ? അതാ കാലിയായി, പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് ഒക്കെ കാലിയായി പോയി. അപ്പൊ ഏതായാലും നെയ്യപ്പം നമുക്ക് ഇതിലിട്ടിട്ട് ഓളത്തോട് കാണിച്ചു തരും. അപ്പൊ ഇന്നലെ ഞാൻ മാവുണ്ടാക്കി പോയി എന്നാണ് പറഞ്ഞു വന്നത്. ഹായ്, ഹലോ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. ഇന്നലെ ഞാൻ ഫേസ്ബുക്ക് വേണ്ടിയിട്ട് നെയ്യപ്പത്തിൻ്റെ വീഡിയോ ഇട്ടിനി. അപ്പോഴാണ് ഞാൻ വിചാരിച്ചു രണ്ട് വർത്താനം പറയണല്ലോ, അല്ലാതെ എന്തെങ്കിലും പറഞ്ഞു. നമ്മൾ നെയ്യപ്പം ഉണ്ടാക്കി ഫോളോവേഴ്സ് ഇല്ല, വ്യൂസൊക്കെ കിട്ടീന്, 320 വ്യൂസ് കിട്ടീന്. എനിക്ക് തോന്നുക ഫേസ്ബുക്കിലും അങ്ങോട്ട് കയറി, എന്താ പറയുക, ഇതുവരെ യൂട്യൂബിൽ കയറി നിരങ്ങി കുറേ ചീത്തപ്പേരുണ്ടാക്കി. അപ്പം ഞാൻ വിചാരിച്ചു ഫേസ്ബുക്കിലും അങ്ങോട്ട് കയറി നിരങ്ങാണ്. ചീത്തപ്പേര് ഞാൻ ഉണ്ടാക്കിയേക്കല്ല കേട്ടോ, പക്ഷെ മറ്റുള്ളവർക്ക് നമ്മുടെ വീഡിയോ കാണുമ്പോൾ അതെന്തൊക്കെ ഒരു പ്രശ്നവും അസ്വസ്ഥതയൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമ്മളേതായാലും നനഞ്ഞു കഴിഞ്ഞു, ഇനി എന്ത് ചെയ്യുക, ഫേസ്ബുക്കിലും അങ്ങോട്ട് വീഡിയോ ഇടാം. അപ്പം എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന്, ഇത് എന്തുകൊണ്ടാണ് ഫേസ്ബുക്കിൽ വീഡിയോ ഇടാത്തത്? എന്തപ്പോൾ ഞാൻ പറയാം, ഫേസ്ബുക്കിൽ വീഡിയോ ഇടാത്ത മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളറിയുന്ന ആൾക്കാരുടെ ഫോട്ടോസ് ഒക്കെ നമ്മളിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു പ്രയാസം സൃഷ്ടിച്ചപ്പോൾ ഞാൻ എന്താക്കി, വീഡിയോ ഇട്ടീനി, പിന്നെ വീഡിയോ ഇടാതായി. അപ്പോൾ എനിക്ക് മനസ്സിലായി യൂട്യൂബിലേക്ക് ഒരു വീഡിയോ എടുത്താൽ അത് ഫേസ്ബുക്കൊക്കെ ഇടാന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ലൈവൊക്കെ ഇട്ടിട്ട് എൻ്റെ ടൈം വേസ്റ്റ് ആക്കണേ. കുറേ ആൾക്കാർ എനിക്ക് സബ്സ്ക്രൈബർമാരൊക്കെ കിട്ടിക്കണേ യൂട്യൂബിൽ ലൈവ് വീഡിയോ ചെയ്തപ്പോൾ. അങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ലൈവ് കാണുമ്പോൾ മറ്റുള്ളവർക്കൊരു പ്രയാസം സൃഷ്ടിച്ചപ്പോൾ എനിക്ക് സ്വയമേ ഒരു ഇത് തോന്നി കഴിഞ്ഞു, ഫേസ്ബുക്കിൽ അങ്ങോട്ട് കയറിയിട്ട് വീഡിയോ പോസ്റ്റ് ആക്കാം, എന്നാൽ ലൈവ് ഇടണ്ടല്ലോ. ഫേസ്ബുക്കിൽ മോണിറ്റേഷൻ ഓൺ ആകാൻ വേണ്ടിയിട്ട് 5000 ഫോളോവേഴ്സും 60,000 മിനിറ്റും 2 മാസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആക്കണം എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അതൊക്കെ എനിക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോടു കൂടി നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണ് പ്രതീക്ഷ. ഇതുപോലെ ഒരു ഐറ്റമൊക്കെ ആയിട്ടൊക്കെ അറിയാൻ വരിക. അപ്പോൾ നല്ല റെസിപ്പികൾ ഉണ്ടാക്കാൻ എനിക്കറിയാമെന്നുള്ള ഒരു വിശ്വാസമുണ്ട് എനിക്ക്. പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ, കുറഞ്ഞ ചിലവിൽ ഉണ്ടാക്കാൻ പറ്റിയ ഓരോ ഐറ്റം ഞാൻ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരിക. അപ്പം എല്ലാവരും സഹകരിക്കുക. കറണ്ട് പോയി, അപ്പം അത്രയ്ക്കുള്ളൂ പറയാനുള്ളത്. അപ്പം എല്ലാവരും സഹകരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ യൂട്യൂബിൽ മോണിറ്റേഷൻ ഓൺ ആയതാണ്, പബ്ലിക് വാച്ച് കംപ്ലീറ്റ് ആയതാണ്, എല്ലാം കംപ്ലീറ്റ് ആയി. ഏണിങ്സ് വരാൻ തുടങ്ങാറായപ്പോൾ ടാക്സ് വിവരങ്ങൾ സമർപ്പിക്കാൻ പറഞ്ഞു. $100 കംപ്ലീറ്റ് ആയി. ടാക്സ് വിവരങ്ങൾ സമർപ്പിച്ചു, എല്ലാം സമർപ്പിച്ച് കംപ്ലീറ്റ് ആയപ്പോൾ അടുത്തതായിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ്. വെയിറ്റ് ചെയ്ത് 3 വർഷത്തോളം വെയിറ്റ് ചെയ്ത് നിന്നു. ചിലപ്പോൾ എനിക്ക് തോന്നാം ഫേസ്ബുക്ക് ആയിരിക്കും ഒന്നും കൂടി വിജയം നമുക്ക് തരാം. നമ്മുടെ തോന്നലാണല്ലോ, തോന്നൽ നമുക്ക് തോന്നിക്കൊണ്ടിരുന്നാൽ റെഡി ആവില്ല. ആ തോന്നൽ നമുക്ക് മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ പരീക്ഷണത്തിലൂടെ നമുക്ക് മാറ്റം വരുത്താൻ പറ്റുള്ളൂ. നമുക്ക് എന്താക്കാൻ പറ്റും, ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചിട്ട് കയറാമെന്നുള്ള തോന്നലായി. അപ്പോൾ എന്താക്കാം, ഫേസ്ബുക്കിലേക്കും വീഡിയോ ഇടാം. മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു എന്ന് ചോദിച്ച് നമ്മുടെ ടൈം നമ്മൾ വേസ്റ്റ് ആക്കിയിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഈ ഫേസ്ബുക്കിൽ ഉള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ നമ്മളറിയുന്ന ആൾക്കാർ, കുറേ ആൾക്കാർ വന്നിട്ട് ഫേസ്ബുക്കിൽ ഓരോ മുഖം ഇങ്ങനെ കാണും. അതുകൊണ്ടാട്ടോ ഞാൻ വീഡിയോ ഇടാഞ്ഞത്. അതൊന്നും ഇപ്പോൾ എനിക്കൊരു പ്രയാസമായി തോന്നിയില്ല. കാരണം നമ്മൾ ലൈവ് വീഡിയോ ചെയ്ത് യൂട്യൂബിൽ ലൈവ് വീഡിയോ ചെയ്ത് അതിനൊക്കെ നമ്മൾ പ്രാക്ടീസായി. അതുകൊണ്ട് വിചാരിച്ച് ഇനി നമുക്ക് ഫേസ്ബുക്കിലും അങ്ങ് വീഡിയോ ഇട്ടേക്കാമെന്ന് വിചാരിച്ച്, എവിടുന്ന ഏണിങ്സ് പെട്ടെന്ന് കിട്ടുക അവിടുന്ന് നമുക്ക് വാരിക്കൂട്ടാമെന്ന് വിചാരിച്ച്. നല്ല കാര്യങ്ങൾ പറയുന്നതിലൂടെ, നല്ല വിവരങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിലൂടെ നമുക്ക് അതിനൊരു ഏണിങ്സ് കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര സംഭവമായിട്ട് തോന്നി. അപ്പോൾ സഹകരിക്കുക, സപ്പോർട്ട് ചെയ്യുക, വിജയിപ്പിക്കുക. ഞാൻ മലപ്പുറം മഞ്ചേരിയിൽ നിന്നാണ് ഉള്ളത്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നലെ ചുട്ട നെയ്യപ്പം നമ്മൾ ഇന്ന് അതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വിചാരിച്ചു. ഇന്നലെ കുറേ ആൾക്കാർ കണ്ടു, 320 ആൾക്കാരൊക്കെ ഇന്നലെ എൻ്റെ വീഡിയോ കണ്ടു കേട്ടോ. ഇന്നത് തിന്നാൻ തന്നെ കുട്ടി വരുന്നേ. 320 ആൾക്കാർ വീഡിയോ കണ്ടു. വീഡിയോയിൽ ഞാൻ ഫോളോ ചെയ്യാൻ പറഞ്ഞില്ല, ലൈക്ക് ചെയ്യാൻ പറഞ്ഞില്ല, ഒന്നും പറയൽ എനിക്കറിയില്ല. ഒന്നാമത് യൂട്യൂബ് മാത്രമായിട്ട് എനിക്ക് ഇതുള്ളൂ,
ഫേസ്ബുക്കിൽ ഇടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്, എന്നാലും എനിക്ക് വലിയൊരു ഇത് തോന്നാത്തതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തിയോണ്ട് എനിക്ക് മനസ്സിലായിട്ടില്ല അതിലെങ്ങനെ പറയേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വീഡിയോ ചെയ്തിട്ട് അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. ആദ്യം നമ്മൾ അരി വെള്ളത്തിലിട്ട് കുതിർത്തി ഊറ്റിയെടുക്കുക. ഇന്നലെ നിങ്ങൾ റെസിപ്പി കണ്ടിട്ടുണ്ട്, എന്നാലും ഇന്ന് കാണുന്നവർക്ക് വേണ്ടിയിട്ട് പറയാം. ഡോറടിച്ചാമിക അവിടുന്ന് ഒച്ച കണ്ട് കേൾക്കണേ, ടിവിൻ്റെ ഒച്ച കേട്ടാൽ നമ്മൾ മോണിറ്റേഷൻ അല്ല എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ കോപ്പിറൈറ്റ് ക്ലെയിം വരും. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു വെച്ചതേ നെയ്യപ്പത്തിന് മാവ് ഉണ്ടാക്കലല്ലേ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ. എന്നാൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ ഉണ്ടാക്കൽ എന്ന് ചോദിച്ചാൽ നിങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ, എന്നാലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. നെയ്യപ്പത്തിന് മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിടുക, കുതിർത്തുക, ഊറ്റിയെടുത്ത അരിനെ നമുക്കൊരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുക. മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു ഇഞ്ചി കഷ്ണം ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ അതിക്ക് കറുകപ്പട്ടൻ്റെ കഷ്ണം ചേർത്ത് കൊടുക്കുക, ഏലക്കായ 2 ചേർത്ത് കൊടുക്കുക, പിന്നെ നാളികേരം ചേർത്ത് കൊടുക്കുക, നല്ല ജീരകം ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് കുറുക്ക് പരുവത്തിൽ അരച്ചെടുക്കുക. തേങ്ങ ചേർത്ത് കൊടുക്കണം, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് കുറുക്ക് പരുവത്തിൽ അരിയെ അരച്ചെടുക്കുക. ശർക്കര പാനീയം ഉരുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെക്കുക. ഉരുകി കഴിഞ്ഞ ശർക്കര പാനീയം ചെറുതായിട്ടൊന്ന് ചൂടാറ്റി അരഞ്ഞ അരിയിലേക്ക് നമ്മൾ നമ്മൾ ഈ ശർക്കര പാനീയം കുറുക്ക് പരുവത്തിലാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊണ്ടുവരാനേ പാടുള്ളൂ. കാരണം ജസ്റ്റ് ഒന്ന് മിക്സാക്കിയാൽ മതി. അരി നേരത്തെ അരഞ്ഞതാണല്ലോ, പിന്നെ ശർക്കര പാനീയം ഉരുക്കിയെടുത്തത് മിക്സാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളങ്ങനെ ചെയ്യണം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊണ്ടുവരാം. പിന്നെ അതിൽ നമുക്ക് വെള്ളം എറിയുന്നത് തോന്നുകയാണെങ്കിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ചട്ടി വെച്ച് അപ്പം തന്നെ അപ്പം തന്നെ റെഡിയാവും നെയ്യപ്പം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി വെക്കുക. അപ്പോൾ റെസിപ്പി ഇന്നലെ ഞാൻ കാണിച്ചതാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം, എല്ലാവരുടെ സഹകരണം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ടാറ്റാ ബൈ ബൈ, അസ്സലാമു അലൈക്കും. നോക്കാൻ ചുടുകയാണ് നോക്കിയാൽ ഉരുണ്ടാൻ ഇങ്ങോട്ട് തന്നെ ചാടിട്ടോ. എന്നിട്ട് മറയുള്ള കുളത്തിലാണ് നിൽക്കുന്നത്, കാണുമ്പോൾ മനസ്സിലാവും. ഇന്നലെ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും കാണിച്ചിട്ടുള്ള മാവാണ്. ആ മാവ് കൊണ്ട് ഇന്ന് ചുട്ടതാണ് കാണുന്നത്. തലേന്നത്തെ മാവ് കൊണ്ട് പിറ്റേന്ന് ചുട്ടാൽ നന്നാകുമോ ഇല്ലേ? നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ നന്നാകും, നല്ലോണം നന്നാവും. ഞാൻ പറയുന്ന കോലത്തിൽ ഉണ്ടാക്കിയെടുത്താൽ നന്നാവും, അടിപൊളിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേന്നാണ് ഈ നിമിഷത്ത് പറയാനുള്ളത്. യൂട്യൂബിലുള്ളവളെ തെറ്റി പ്രിയപ്പെട്ട കുട്ടികളെ തെറ്റിപ്പോയിന്ന്. അപ്പോൾ യൂട്യൂബിലുള്ള ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാന്ന്. ഫേസ്ബുക്കിലുള്ള ആൾക്കാരാണെങ്കിൽ ഫോളോ ചെയ്യാന്നല്ല പറയാ. കണ്ടോ, അങ്ങോട്ട് ഉർത്തിയാൽ ഇങ്ങോട്ട് തന്നെ മറയണ ഒരു കോലത്തിലുള്ള നെയ്യപ്പാണ്. കണ്ടോ. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പികളൊക്കെ ആയിരിക്കും എൻ്റെ ചാനലിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുമായിട്ട് സഹകരിക്കാൻ താല്പര്യമുള്ളൂ എന്തൊക്കെ ഫോളോ ചെയ്യാന്നാണ് ഈ നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത്. യൂട്യൂബിൽ കുറേ വീഡിയോ ചെയ്തായിരുന്നു, ഫേസ്ബുക്കിലും ഇനി എൻ്റെ സഹകരണം ഉണ്ടാവും. ഓക്കെ, ബൈ, അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.